ജോൺ ബ്രിട്ടാസ് അതിവൈകാരികമായി സഭയ്ക്കുള്ളിലും പുറത്തും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ മധുരം വിതരണം ചെയ്യുന്ന നിലയുണ്ടായി. ജോൺ ബ്രിട്ടാസ് ആ തരത്തിൽ പറയുകയും BJPക്ക് ഇരട്ടത്താപ്പാണെന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടൽ അതുതന്നെയാണ് BJP ഉയർത്തിക്കാട്ടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സഭാസ്ഥാനത്തെത്തുകയും അവിടെ വൈദികരുമായി ചർച്ച നടത്തുകയും അതിനുശേഷം അദ്ദേഹം നേരെ ഡൽഹിയിൽ പോവുകയും വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു. പിന്നീട് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ തരത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടൽ, ആത്മാർത്ഥമായ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യമാണ് BJP പറയുന്നത്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടൽ മൂലമാണ് ഇത്ര എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ പോലൊരു സ്ഥലത്ത് വളരെ തീവ്ര ഹിന്ദു വികാരം നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഇരു കന്യാസ്ത്രീമാരെയും മോചിപ്പിക്കുന്നതിന് കേരളത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായി. ഒരുപക്ഷെ BJPക്ക് വലിയ രാഷ്ട്രീയ ശക്തി ഇല്ലാതിരുന്നിട്ട് കൂടി കേരള ഘടകത്തിൻ്റെ വാക്കുകൾ BJP കേന്ദ്ര നേതൃത്വത്തിന് കേൾക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉറപ്പുണ്ടായതെന്ന വാദം കൂടി BJP കേരള ഘടകം പറയുന്നു. നമുക്കറിയാം, കന്യാസ്ത്രീമാർക്കൊപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ പിന്നാക്ക വിഭാഗത്തിലെ, ആദിവാസി വിഭാഗത്തിലെ യുവതി, അവരുമായി അവരെ ബജ്റംഗ് ദളിൻ്റെ വനിതാ നേതാവ് ഭീഷണിപ്പെടുത്തുന്നതടക്കമുള്ള വീഡിയോ ജയിലിന്റെ വാതിലിന് മുന്നിൽ കാത്തു നിൽക്കുന്ന ആ കൂട്ടം വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ജോൺ ബ്രിട്ടാസ് MP ഉണ്ട്, സന്തോഷ് കുമാർ MP ഉണ്ട്, കേരളത്തിൽ നിന്നുള്ള MLA മാർ അൻവർ സാദത്തുണ്ട്, ജോസ് കെ മാണി MP കാണാം, ചാണ്ടി ഉമ്മനെ കാണാം, അങ്ങനെ റോജി M ജോണിനെ കാണാം, BJP നേതാക്കളെ കാണാം. അങ്ങനെ ഇതൊരു വളരെ കൗതുകകരമായ കാഴ്ചയാണല്ലോ. തീർച്ചയായും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് ഇങ്ങനെ ഒരു കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ച് LDFിൻ്റെയും UDFിൻ്റെയും പ്രതിനിധികൾ നേരത്തെ തന്നെ അമിത്ഷായെ ഒരുമിച്ച് പോയി കാണുന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP ആവട്ടെ, നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കേരള ഘടകം നേരിട്ട് തന്നെ കേന്ദ്ര BJP നേതൃത്വത്തെ കണ്ട് ആശയവിനിമയം നടത്തുന്നൊരു സാഹചര്യം. ഈ മൂന്ന് കൂട്ടരും മത്സരിച്ച് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. BJPക്കെതിരെയാണ് ഇടത് വലത് മുന്നണികളുടെ ആരോപണമുണ്ടായത്. മാത്രമല്ല ഈ പ്രതിനിധി സംഘം പോയത് പോലും ഒരുമിച്ച് തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ സഖ്യം എന്ന നിലയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു കാഴ്ച തന്നെയാണ്. കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ അവർ പ്രധാന ശത്രുക്കളായി പോരടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടെങ്കിൽ കൂടി ഉത്തരേന്ത്യയിൽ നമുക്കറിയാവുന്നതാണ്, ഡൽഹിയിലൊക്കെ നടക്കുന്ന സമരങ്ങളിൽ പലപ്പോഴും LDFിൻ്റെയും UDFിൻ്റെയും പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. അതെല്ലാം തന്നെ BJPയുടെ വർഗീയ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പലപ്പോഴും ആ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ആ തരത്തിൽ തന്നെയാണ് കന്യാസ്ത്രീമാരുടെ കാര്യത്തിലും ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു നീക്കം. മാത്രമല്ല ഇടതുമുന്നണിയാകട്ടെ സംസ്ഥാനത്ത് 2 ദിവസം ഈ പ്രതിഷേധ ദിനം ആചരിക്കാനുള്ള തീരുമാനവും എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. UDFിൻ്റെ നേതൃത്വത്തിലും ആ തരത്തിൽ തന്നെയാണ്. കേക്കുമായി വരുമ്പോൾ അവരെ സൂക്ഷിക്കണം എന്ന കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവും അങ്ങനെയുള്ള UDF നേതാക്കളും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യം ഒന്നുകൂടി ഊന്നിക്കൊണ്ട് തന്നെയാണ് കന്യാസ്ത്രീമാരുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അവർ ഇടപെട്ടത്. ഏതായിരുന്നാലും ഇതിനൊരു വലിയ രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കേരളം കടക്കുന്നൊരു സാഹചര്യമുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. തൃശ്ശൂരിലെ വിജയം ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇതുവരെ കമ എന്നൊരു അക്ഷരം മിണ്ടിയില്ല എന്ന ചോദ്യം രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ മോചനം ഉണ്ടാകുന്നു. ഇനി BJPക്ക് അവിടെ ക്ലെയിം ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്. ആ തരത്തിൽ രാഷ്ട്രീയമായ പല സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. തൃശ്ശൂരിൽ BJP ജയിച്ചത്, സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവ വോട്ടുകളുടെ കൂടി പിന്തുണയോടുകൂടിയാണെന്ന കാര്യം ഇടത് വലത് മുന്നണികൾ ഓർമ്മിപ്പിക്കുകയും അത് വൈദികരോട് ഒരു സന്ദേശമായി വൈദികർക്ക് കൈമാറുകയും ചെയ്യുന്ന വാക്കുകളിലൂടെ അത് പ്രതിഫലിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതായിരുന്നാലും വളരെ കൗതുകമുള്ളൊരു കാഴ്ച തന്നെയാണ്. ശ്രീജ പറഞ്ഞതുപോലെ 3 മുന്നണികളുടെ അല്ലെങ്കിൽ 3 പ്രധാന കക്ഷികളുടെയും ആളുകൾ ഈ ജയിലിന് മുന്നിലേക്ക് എത്തുകയും കന്യാസ്ത്രീമാരുടെ മോചനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ വിജയം കണ്ടതിൽ തങ്ങളുടെ ഒരു നേട്ടം അല്ലെങ്കിൽ തങ്ങളുടെ ഇടപെടൽ അത് വിജയകരമായി എന്ന ഒരു സന്ദേശം കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ കന്യാസ്ത്രീമാർ പുറത്തേക്ക് വരും. നമുക്ക് മനസ്സിലാവുന്നത് ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 9 ദിവസത്തെ തടവറയിലെ ജീവിതത്തിന് ശേഷം ഇരു കന്യാസ്ത്രീകളും പുറത്തേക്ക് വരികയാണ്. ഇവിടെ ആശങ്കപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ തുടക്കത്തിൽ മുതൽ ഉണ്ടായിരുന്നു. അത് ബജ്റംഗ് ദളിൻ്റെ നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അത് അവിടെയുള്ള പെൺകുട്ടിയെയും അവരുടെ സഹോദരനെയും കന്യാസ്ത്രീമാരെയും ഒക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില
ദൃശ്യങ്ങൾ പുറത്തു വന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ വലിയ ആശങ്ക കേരളത്തിലാകെ ഉണ്ടാകുന്ന ഒരു നിലയുണ്ടാകുന്നു. പിന്നീട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളും മോചനത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മനസ്സിലാകുന്നത് പുറത്തിറങ്ങുന്നു എന്ന കാര്യം തന്നെയാണ്. 9 ദിവസത്തെ തടവറയ്ക്ക് ശേഷം, തടവറയിലെ ജീവിതത്തിന് ശേഷം ഇതാ കന്യാസ്ത്രീമാർ പുറത്തേക്ക് വരുന്നു, അവരെ സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച്. ഇവിടെ നിന്ന് മിഷണറി പ്രവർത്തനങ്ങൾക്കായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന കന്യാസ്ത്രീമാർ അവർക്ക് എത്രമാത്രം സുരക്ഷയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ആശങ്ക, ആ ആശങ്കയ്ക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 സിസ്റ്റർമാരും പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ്. അവർക്ക് സ്വീകരണം നൽകുന്നു. അവരെ കാത്തു നിൽക്കുന്നവർ വലിയ സന്തോഷത്തിലാണ്. ഇതുവരെ ഈ ദിവസങ്ങളിലെല്ലാം ഏത് തരത്തിലുള്ള അനിശ്ചിതത്വമാണ് ഉണ്ടായിരുന്നത്, ആ അനിശ്ചിതത്വത്തിനെല്ലാം ഇതാ പരിഹാരമുണ്ടായിരിക്കുന്നു. അവർ സുരക്ഷിതരായി ജയിൽ മോചിതരായിരിക്കുന്നു. റിമാൻഡ് കാലാവധിയിൽ തുടരേണ്ടതില്ല, കസ്റ്റഡിയിൽ പോകേണ്ടതില്ല, ജാമ്യം ലഭിച്ചിരിക്കുന്നു. NIA കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് 2 കന്യാസ്ത്രീമാരും പുറത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും ആശ്വാസത്തിൻ്റെ നിമിഷമാണ്. കേരളം കാത്തിരുന്ന ഒരു നിമിഷം തന്നെയാണിത്. അവർക്ക് മറ്റ് അപകടങ്ങളില്ല, അവർ നിയമക്കുരുക്കുകളിലേക്ക് പോകുന്നില്ല, നിയമപരമായ ഏതെങ്കിലും ഭീകരതയിലേക്കോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വേട്ടയാടലിലേക്കോ ഏതെങ്കിലും വർഗീയ ഭീകരത അവരെ വേട്ടയാടുമെന്ന ആശങ്കയോ അതൊന്നും തന്നെ ഇല്ലാതെ അവരിതാ പുറത്തേക്ക് വരുന്നു. ഇതിൽ 3 പാർട്ടികൾ അല്ലെങ്കിൽ 3 മുന്നണികൾ, അവർക്കെല്ലാം തന്നെ ഇതിൽ അവകാശപ്പെടാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അത് അവരുടെ അവകാശ തർക്കങ്ങളായി നിൽക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ആരാണ് ഈ മോചനത്തിന് വഴിവെച്ചത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ്. നമ്മൾ ദിവസങ്ങളായി കാത്തിരുന്ന ഏത് കാര്യത്തിന് വേണ്ടിയാണോ കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത്, ആ കാര്യം സഫലമായിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് മോചനമുണ്ടായിരിക്കുന്നു, അവർ പുറത്തിറങ്ങിയിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ നിമിഷം തന്നെയാണ്. നമുക്കറിയാം, പലയിടങ്ങളിലായി ഉണ്ടാകുന്ന ന്യൂനപക്ഷ വേട്ട എന്ന ആശങ്ക രാജ്യത്ത് പലയിടങ്ങളിലായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു കാഴ്ച. പല സ്ഥലങ്ങളിലും ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ കാണുന്ന സാമൂഹ്യ അന്തരീക്ഷമല്ല വടക്കേ ഇന്ത്യയിലുള്ളത്. നാനാത്വത്തിൽ ഏകത്വം എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അത് വ്യത്യസ്തതകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിലോ ആംഗിളിലോ അല്ല അവിടുത്തെ സമൂഹം അവരുടെ ജീവിതത്തെ കാണുന്നതും അവരുടെ വിശ്വാസത്തെ കാണുന്നതും. അവിടെ എന്ത് അപകടം സംഭവിക്കുമെന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കയ്ക്കാണ് ഇപ്പോൾ പരിഹാരമുണ്ടായിരിക്കുന്നത്. പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട്. കന്യാസ്ത്രീമാരുടെ പ്രതികരണത്തിന് ഇപ്പോൾ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമായി ഇത് മാറിയിരിക്കുന്നു. ശ്രീജ, തീർച്ചയായും ഇപ്പോൾ ഏതാണ്ട് ഒരു അവകാശവാദം എടുക്കാനുള്ളൊരു തർക്കവും ബഹളവും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മാധ്യമപ്രവർത്തകർ എല്ലാവരെയും വളയുന്നുണ്ട്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് മാധ്യമങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാം. കഴിഞ്ഞ 9 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഛത്തീസ്ഗഡിൽ നിന്ന് അറസ്റ്റിലായ 2 കന്യാസ്ത്രീകളും ജയിൽ മോചിതരായിരിക്കുന്നു. അതിനിടയിൽ അവർക്കെതിരെ ചുമത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ, അതിലൊന്നും വലിയ കഴമ്പില്ലായിരുന്നു എന്ന് ഇന്നത്തെ ജാമ്യ ഉത്തരവിൽ തന്നെ വ്യക്തമാണ്. അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ തെളിവ് കണ്ടെത്താനായില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് കോടതി ഇപ്പോൾ NIA കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത പരിവർത്തനം എന്നീ 2 ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഈ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരുന്നത്. അതിന് തെളിവ് കണ്ടെത്താനായില്ല, അതിനാൽ ജാമ്യം അനുവദിക്കുന്നു എന്നതാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ NIA കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ജാമ്യ ഉത്തരവിൽ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തിനിവരെ സംശയത്തിൻ്റെ പുറത്ത് മാത്രം, ആർക്കോ തോന്നിയ ചില സംശയത്തിൻ്റെ പുറത്ത് മാത്രം ജയിലിൽ 9 ദിവസം കഴിയേണ്ടി വന്ന കന്യാസ്ത്രീമാരുടെ ദുഃഖം, അതിനെതിരെ കേരളം ഒറ്റക്കെട്ടായാണ് നിലകൊണ്ടത്. ആ ഒറ്റക്കെട്ടായി നിലകൊണ്ടു. അതിൽ കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ മറുപടി പറയേണ്ട സാഹചര്യങ്ങളുണ്ടായി. ഇത് പാർലമെന്റിലടക്കം ഉന്നയിക്കപ്പെട്ടു. എന്തൊക്കെയായാലും അത്തരം രാഷ്ട്രീയ തർക്കങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഏറ്റവും അത്യാവശ്യമായിരുന്നു അവരുടെ കുടുംബം, അവരെ സ്നേഹിക്കുന്നവർ, ക്രൈസ്തവ സഭകൾ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന അവരെ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരാക്കണം എന്നാവശ്യമായിരുന്നു. അത് നടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. 9 ദിവസമായി ഈ ദുർഗിലെ ജയിലിലായിരുന്നു ഈ 2 കന്യാസ്ത്രീകളുമുള്ളത്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ളപ്പോഴും അവർ ആ ജയിലിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ NIA കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച ഉത്തരവ് ജയിലിൽ ഹാജരാക്കിയ ശേഷം ഇരുവരെയും ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.
വിനോദ്, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അതാണെന്ന് തോന്നുന്നു. സംശയത്തിന്റെ പുറത്ത് റെയിൽവേ പോലീസിന് തോന്നിയ സംശയം അല്ലെങ്കിൽ TTEക്ക് തോന്നിയ സംശയം, ഈ സംശയത്തിനൊക്കെ പുറത്ത് ആരെ വേണമെങ്കിലും സമാനമായ രീതിയിൽ ആരോപിതരായി നിർത്താം എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു സാഹചര്യം വെളിപ്പെട്ട് വന്നു. എന്താണ് സംഭവിക്കുക?